ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നയനെ ആദർശിനെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ആദർശ് ഇങ്ങനെ മാറി നമ്മുടെ നന്ദാവനത്തിൽ ചെന്നിട്ട് മാറി ഏതോ ഒരു മൂലയ്ക്ക് മുറ്റത്ത് പോയി നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ നയനെ അങ്ങോട്ടേക്ക് ചെന്നിട്ട്, ആദർശേട്ടൻ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? നയനെ, ഇപ്പൊ ആ വീടിനകത്തെ ഞാൻ അധികപ്പറ്റ. എനിക്കറിയാം ആദർശേട്ടന് ഒരുപാട് വിഷമമുണ്ടെന്ന്. ആദർശേട്ടൻ അധികപ്പറ്റൊന്നുമല്ല, ആദർശേട്ടൻ അധികപ്പറ്റാക്കിയതാ. അത് നമ്മള് സഹി കിട്ടു, മടുത്തു. ഞാൻ സത്യം പറയാൻ പോവുക. ഇങ്ങനെയുണ്ടോ ഒരു അവഗണന? ഇങ്ങനെ അവഗണിക്കാനാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അതിന് നിന്റെ അച്ഛനെ അമ്മേനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നയനെ. നമ്മൾ പറഞ്ഞ കാര്യമല്ലേ അവർക്കറിയത്തുള്ളൂ. ആ തലത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ മുമ്പിൽ ഏറ്റവും ഫ്രോഡ് ഇപ്പൊ ഞാനാ. ഇപ്പൊ ഹീറോ ആയിട്ട് നിൽക്കുന്നത് അഭിയ. അതാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത് ആദർശേട്ടാ. അഭിയെ ഇങ്ങനെ ഹീറോ ആക്കി വെച്ചിരിക്കുന്നത്. വെറും സീറോ ആയവനെ ചവിട്ടി പുറത്താക്കേണ്ടവനെ ഹീറോ ആക്കി വെച്ചിരിക്കുന്നത് കാണുമ്പം, എൻ്റെ ആദർശേട്ടനെ എല്ലാവരും കൂടി തള്ളിപ്പറയുന്നത് കാണുമ്പം, അപമാനിക്കുന്നത് കാണുമ്പം എനിക്കിത് സഹിക്കുന്നില്ല. എല്ലാം എൻ്റെ ചേച്ചിക്ക് വേണ്ടിയല്ലേ ആദർശേട്ടൻ സഹിക്കുന്നത്. മതി, നിർത്ത്. ഇനിയിപ്പം വേണ്ട, നമുക്ക് ഒരു നാടകവും വേണ്ട. സത്യം എല്ലാവരും അറിയട്ടെ. ആരുടെ മനസ്സ് വിഷമിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. അയ്യോ നയന, വേണ്ട, അത് വേണ്ട. നീ പറയണ്ട. നീ സത്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമായിരിക്കും കാര്യങ്ങളൊക്കെ. ഇപ്പം കുറച്ച് അവഗണനയും അതുപോലെയൊക്കെ സഹിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നിന്റെ ചേച്ചിയുടെ ജീവിതവും മാത്രമല്ല, മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ, സത്യം പുറത്ത് പറയാൻ പാടില്ലാന്ന് നമ്മൾ അവർക്ക് വാക്ക് കൊടുത്തല്ലേ. അപ്പം അതൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല നയന. വേണ്ട, ഞാനിവിടെ മാറി നിൽക്കുന്നതാണ് നിന്റെ പ്രശ്നമെങ്കിൽ ഞാൻ അകത്തേക്ക് വരാം. അകത്തേക്ക് പോകാൻ നമുക്ക്. അപ്പൊ കുഴപ്പമില്ലല്ലോ. അകത്തേക്ക് പോയാലും ഇത് തന്നെയല്ലേ ആദർശേട്ടാ. അവിടെ ചെന്ന് കഴിയുമ്പോഴും ഒരു മൂലക്കിരിക്കണ്ടേ? എല്ലാം കാണണ്ടേ ആദർശേട്ടനോ? അബിയെ എൻ്റെ അച്ഛനും അമ്മയും കൂടി സ്നേഹിക്കുന്നതും പരിഗണിക്കുന്നതും പരിചരിക്കുന്നതും എല്ലാം കാണണ്ടേ ആദർശേട്ടന്? ആദർശേട്ടൻ ഈ വീട്ടിലുണ്ടായിരുന്ന നില എന്താണെന്ന് നന്നായിട്ട് അറിഞ്ഞവളാണ് ഞാൻ. അതുപോലെ ആദർശേട്ടനെ ഈ വീട്ടിലുള്ളവർ സ്നേഹിച്ചത്, പരിഗണിച്ചത്, ആ ഒരു സ്ഥാനത്ത് ഇപ്പൊ സ്നേഹവും പരിഗണനയും കിട്ടുന്നത് അതും അഭിക്കാണ്. അഭി നല്ലവരായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ വെറും ദുഷ്ടനും കള്ളനുമായ അവനെ സ്നേഹിക്കുന്നത് കാണുമ്പം എനിക്കെന്തോ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക. തലയ്ക്കകത്ത് എന്തോ ഒരു പെരുപ്പ് വരിക. എൻ്റെ ആദർശേട്ടനെ ഇവരെല്ലാവരും അവഗണിക്കുന്നത് കാണുന്നത് എനിക്ക് സഹിക്കുന്നില്ല. പറ്റുന്നില്ല ആദർശേട്ടൻ, പറ്റുന്നില്ല. ഇതെല്ലാം നോക്കി മിണ്ടാതെ നിന്ന് കഴിഞ്ഞാലേ ദൈവം എൻ്റെ കണ്ണിക്കുത്തും. കാരണം ഞാനും കൂടെ കാരണമാണല്ലോ ആദർശേട്ടനെ എല്ലാവരും പഠിക്കുന്നത് എന്നോർത്ത്. ഒരു പ്രശ്നമില്ല നയനെ, നീ വന്നേ, ബാ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകാം. അവിടെ എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങുമല്ലേ. നമ്മളായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കി വെക്കരുത്. വാ നമുക്ക് കയറിപ്പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ്. അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് എല്ലാവരും ഇരുന്നു. ആദർശും നയനയും നവ്യയും അഭിയും എല്ലാവരും ഇരുന്നു. അങ്ങനെ ഭക്ഷണങ്ങളൊക്കെ വിളമ്പിയപ്പം നമ്മുടെ കനക പറഞ്ഞു, അതെ, ഒത്തിരി ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. പെട്ടെന്ന് ഈ പെണ്ണ് പറഞ്ഞത് ഇന്ന് ചെറിയ പാർട്ടി വെക്കാന്ന്. അപ്പൊ എനിക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അബി പറയാണ്, പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റിയില്ലെന്നോ? ഇത്രയും വിഭവങ്ങൾ ഇവിടെ ഇരിക്കുമ്പോ പെട്ടെന്ന് ഒന്നും ചെയ്തില്ലെന്ന് പറയരുതേ. ഇത് തന്നെ ധാരാളം, ഇത് തന്നെ കൂടുതലാ, ആണോ അഭിമോനെ എന്നിങ്ങനെ ജലജ ചോദിക്കുകയാണ്. ഈ സമയത്തും നമ്മുടെ ആദർശ ആരോടും മിണ്ടാതെ, ആദർശനോടും ആരും മിണ്ടാതെ ഇങ്ങനെ ചോറൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങുന്നു. അങ്ങനെ ചോറ് കഴിക്കുന്നതിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടക്കിട്ട് നമ്മുടെ ആദർശനിട്ട് ഇങ്ങനെ തട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ആദർശ് പറഞ്ഞു, ഇതൊരു ചെറിയൊരു പാർട്ടിയല്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം, ശമ്പളം കിട്ടിക്കഴിയുമ്പോൾ വലിയൊരു പാർട്ടി വെക്കാം. ആദർശല്ല പറഞ്ഞത്, നമ്മുടെ നന്ദുവാണ് പറഞ്ഞത്. അപ്പോഴാണ് ആദർശ് പറഞ്ഞത്, സത്യത്തിലെ ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടെന്ന് മോൾ എന്നോട് പറയുമായിരുന്നെങ്കിൽ നമുക്കൊരു ചെറിയ ഹോട്ടലൊക്കെ എടുത്തിട്ട് അവിടെ നല്ലൊരു പാർട്ടി വെക്കായിരുന്നു. അനന്തപുരി തറവാട്ടിലെ എല്ലാവരെയും വിളിക്കായിരുന്നു. അപ്പോഴത്തേക്ക് നന്ദു പറഞ്ഞു, എന്താ സമാധാനം പോകാനാണോ എൻ്റെ എന്നിങ്ങനെ പതുക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അഭി പറഞ്ഞത്, ആദർശേട്ടന് ഹോട്ടൽ എടുക്കാം, പാർട്ടി വെക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാലോ, ഒരു കുഴപ്പവും ഇല്ലല്ലോ, കയ്യിൽ പൈസ ഉണ്ടല്ലോ. എൻ്റെ കയ്യിൽ എവിടെ നിന്ന് പൈസ? ഞാൻ ആരാ? അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങളൊന്നും തരാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആദർശ് ചോദിച്ചു, അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? നിനക്ക് ഒരു ബ്രാഞ്ച് ഞാൻ തന്നിട്ടില്ലേ? ഓ, ബ്രാഞ്ച് കൊടുത്തതും കൊടുക്കാത്തതൊക്കെ ഒരുപോലെ അല്ലേ ആദർശേട്ടാ എന്ന് നവ്യ. അതെന്താ നവ്യ അങ്ങനെ പറഞ്ഞത്? അത് അവിടെ എൻ്റെ അഭി ഒരു ബ്രാഞ്ചിന്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന വെറും ഒരാള്, അതിനേക്കാളും പൊക്കത്താണല്ലോ വലിയൊരു മാനേജറിനെ കൊണ്ടുവച്ചിരിക്കുന്നത്. ആ മാനേജറിന്റെ മേൽനോട്ടത്തിലാണല്ലോ എല്ലാം നടക്കുന്നത്. അല്ലാതെ എൻ്റെ അഭിക്ക് അവിടെ എന്ത് സ്ഥാനം? എൻ്റെ അഭി ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ട് എൻ്റെ അഭിക്ക് കിട്ടുന്നതോ വെറും വട്ട പൂജ്യം. എന്നിട്ട് ഒരു 4 5 ശമ്പളവും കൊടുത്തിട്ട് ഇപ്പം വലിയ കേമത്തരം പറയുന്നതേ, അത് അത്രയ്ക്ക് നല്ല ഇടപാടൊന്നും അല്ല.
നയനെ, നിന്റെ ഭർത്താവിനോട് നീ പറഞ്ഞൊന്ന് കൊടുത്തേരെ. തെറ്റ് ചെയ്തവർ എന്നും ശിക്ഷ അനുഭവിക്കേണ്ടവരാണ്. തെറ്റ് ചെയ്യാത്തവർ ശിക്ഷ അനുഭവിക്കേണ്ട കാര്യമില്ല. അവരെ മാറ്റി നിർത്തേണ്ടതുമില്ല. എന്നിട്ടിപ്പം മാറ്റി നിർത്തുന്നത് എന്റെ അഭിനെ തന്നെയാണല്ലോ. അപ്പോഴേക്കും നയന പറഞ്ഞു, ദേ ഇവിടെ ഭക്ഷണം കഴിക്കല്ലേ, എന്തിനാ ഇതൊക്കെ സംസാരിക്കുന്നത്? ഇതിനി കൂടുതൽ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല, നിർത്തിക്കോ. ഇനി ഇത് കൂടുതൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദൻ ചോറ് കഴിക്കാതെ അവിടെ നിന്ന് എണീറ്റ് പോവാ. അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് കനക ചോദിച്ചല്ലോ, ഗോവിന്ദേട്ടൻ കഴിച്ചില്ലല്ലോ. തൊണ്ടേന്ന് താഴേക്ക് അങ്ങോട്ട് ഇറങ്ങുന്നില്ല കനകെ, എങ്ങനെ കഴിക്കാനാ? അപ്പൊ അഭിയും പറഞ്ഞു, ആ അത് ശരിയാ, അച്ഛൻ കഴിക്കാത്തതുകൊണ്ട് എനിക്കും കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അഭിയും എണീറ്റ് പോയി. പുറകെ നവ്വിയും എണീറ്റ് പോയി. ഇത് വിളിച്ചു വരുത്തി അപമാനിച്ച പോലെ തന്നെയായിട്ടോ. അത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും എണീറ്റ് പോയി. പിന്നെ അവിടെയുള്ളത് ആദർശ നയനയാണ്. അപ്പൊ ആദർശിന്റെ നയനയും വിളിച്ചു വരുത്തി അപമാനിച്ചത് പോലെ തന്നെയല്ലേ. അങ്ങനെ നമ്മുടെ നയന പറയുകയും ചെയ്തു, അമ്മേ ഇതത്രയ്ക്ക് നല്ല കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് ഇഷ്ടമല്ലായിരുന്നെങ്കിൽ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ വിളിക്കരുതായിരുന്നു. പിന്നെ എന്തിനാ വിളിച്ചത്? വിളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇങ്ങനെ വിളിച്ചു വരുത്തി അപമാനിക്കുന്ന സ്വഭാവം അച്ഛനും അമ്മയ്ക്കും മുമ്പില്ലായിരുന്നല്ലോ. പലതും ചെയ്യേണ്ടി വരികയാണല്ലോ മോളെ. പണ്ടത്തെ സ്വഭാവം പലർക്കും ഇപ്പോഴും ഇല്ലല്ലോ. ഇപ്പം വേറെ സ്വഭാവങ്ങളല്ലേ പലരും കാണിക്കുന്നത്. ഏതായാലും ഇത് കേട്ടിട്ടും ആദർശ ആ ഭക്ഷണം മുഴുവൻ അവിടെ ഇരുന്ന് കഴിക്കുകയാണ്. ആദർശിന്റെ കൂടെ നയനയും പിന്നെ നമ്മുടെ നന്ദുവും ഉണ്ട്. നന്ദു പറഞ്ഞു, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആദർശേട്ടൻ എനിക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസം ഉള്ളിടത്തോളം കാലം ആദർശേട്ടന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഒരു കുറച്ചിലും ഇല്ല. അതുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ നമ്മൾ പേടിക്കേണ്ടത് എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ കേട്ടോ. അങ്ങനെ അവര് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവിടെ നിന്ന് എണീറ്റ് നേരെ പോകുന്നത് പിന്നെ നയന കിച്ചണിലേക്കാണ്. അവിടെ നമ്മുടെ നവ്യയും ഉണ്ട്. അപ്പൊ നവ്യയും കനകയും ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് ഇങ്ങനെ ആദർശിന്റെ ഓരോ കുറ്റങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നപ്പം നയന അങ്ങോട്ടേക്ക് ചെന്നിട്ട്, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് വളരെ ചീപ്പ് പരിപാടിയായിപ്പോയി. വിളിച്ചു വരുത്തി ഭക്ഷണം കൊടുത്തിട്ട് ഇങ്ങനെ അപമാനിക്കേണ്ട കാര്യമില്ലായിരുന്നു. അപ്പോഴത്തേക്കും നവ്യ പറഞ്ഞു, എങ്ങനെ അപമാനിക്കാതിരിക്കും? സത്യമായിട്ടും പറയാലോ, എനിക്ക് അവിടെ ഇരുന്ന് തൊണ്ടേന്ന് താഴേക്ക് ഭക്ഷണം ഇറങ്ങുന്നില്ലായിരുന്നു ആ വൃത്തികെട്ടവനെ കണ്ടിട്ട്. ദേ നവ്യേച്ചി കൂടുതൽ സംസാരിക്കരുത്, എന്റെ ഭർത്താവ് വൃത്തികെട്ടവനാണെന്ന് നവ്യേച്ചിയോട് ആരാ പറഞ്ഞ്? എന്റെ ഭർത്താവ് വൃത്തികെട്ടവനൊന്നുമല്ല. എന്റെ ഭർത്താവ് അന്തസ്സും അഭിമാനവും ഉള്ള ഒരു പുരുഷനാ. അതോർത്ത് ഞാൻ അഭിമാനിക്കുന്നുണ്ട്. അയ്യോ, എന്തോർത്താ മോളെ നീ അഭിമാനിക്കുന്നത്? നീ ഓർക്ക്, ഒരുപാട് ഓർക്ക് പുറകിലേക്ക്. അവിഹിതത്തിൽ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന്, ഇവളുടെ തലയ്ക്ക് ഓളമായി എൻ്റെ അമ്മ, ഇവൾ പറഞ്ഞൊന്നും മനസ്സിലാക്കുക. ഇവൾ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഒരു ലേശം വെളിവില്ല. പണ്ടത്തെ നയനയായിരുന്നെങ്കിൽ 7 പണ്ടേ ആദർശേട്ടനെ കളഞ്ഞിട്ട് ഇവിടെ വന്ന് നിന്നേനെ. പേടിയായിരിക്കും ഇവക്ക്, ഇവിടെ വന്ന് നിന്നാൽ നിങ്ങൾക്ക് ബാധ്യതയാകുന്ന ഓർത്ത്. അപ്പൊ നമ്മുടെ ഗോവിന്ദൻ പറയാ, ഇവിടെ വന്ന് നിന്നാൽ ആർക്കും ഒരു ബാധ്യതയില്ല മോളെ. ആരാ പറഞ്ഞ ബാധ്യതയുണ്ടെന്ന്? മോൾക്ക് പറ്റില്ലെങ്കിൽ നയനമോളെ നീ ഇങ്ങോട്ടേക്ക് പോരെ. അല്ല, അച്ഛന്റെ ഉദ്ദേശം എന്താണ്? എന്റെ ജീവിതം നശിപ്പിക്കാനോ? മോളെ, നീ എന്തിനാ ആ ജീവിതത്തിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നത്? ആ ആദർശന്റെ കൂടെ ജീവിക്കുന്നതിലും നല്ലത്. വേണ്ട, ഇനിയൊന്നും പറയണ്ട. ഇനി പറഞ്ഞാൽ കൂടിപ്പോകും. നിങ്ങൾ അഭിയെടുത്ത് തലയിൽ കയറ്റി വെച്ചോ. അപ്പൊ വീണ്ടും നവ്യ പറഞ്ഞു, അതെ, അഭി എടുത്ത് തലയിൽ കയറ്റി വെക്കും ചേച്ചി. അഭി തെറ്റൊന്നും ചെയ്തിട്ടില്ല. അഭി തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പണ്ട്. അത് ഈ രീതിയിലൊന്നുമല്ല. ഒരു പെണ്ണിനെ നോക്കിയെന്നോ അവളുടെ കൂടെ ഒന്ന് പോയെന്നോ പറഞ്ഞ് ഇതുപോലെ വൃത്തികെട്ടൊരു തെറ്റ് എന്റെ അഭി ചെയ്തിട്ടില്ല. അത് അനന്തപുരി തറവാട്ടിൽ ആരും ചെയ്തിട്ടില്ല. അപ്പോൾ അനന്തപുരി തറവാട്ടിൽ ആർക്കും വേണ്ടാത്ത വൃത്തികെട്ടവനായിട്ട് നിൽക്കേണ്ടത് ആദർശാണ്, അല്ലാതെ അഭിയല്ല. ഇത് കേട്ടതും മിണ്ടാതിരിക്കാനാ പറഞ്ഞത്. നവ്യേച്ചി വിളിച്ചു പറയുന്നത് പലതും പിന്നെ നവ്യേച്ചിക്ക് ഓർത്ത് പശ്ചാത്താപിക്കേണ്ടി വരും. അത് ഒന്ന് ഓർത്തോണം നവ്യേച്ചി. അതുകൊണ്ട് മിണ്ടരുത് എന്നോട്. ഇനി ആരും സംസാരിക്കണ്ട. ഞാൻ ഇവിടെ കൂടുതൽ നേരം നിന്ന് കഴിഞ്ഞാലേ പലരുടെയും ജീവിതം തകരും എന്ന് പറഞ്ഞ് നമ്മുടെ നയനെ അങ്ങ് മാറിപ്പോയപ്പോഴത്തേക്കും, എന്റെ പൊന്നമ്മേ, അവൾക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ലല്ലോ നമ്മൾ അവളുടെ നല്ലതിനു വേണ്ടി ഇതൊക്കെ പറയുന്നതെന്ന്. ഇനിയും സമയമുണ്ട്. അവൾക്ക് വേണമെങ്കിൽ വേറെ ആരെയും വിവാഹം കഴിക്കത്തില്ലേ? എന്തിനാണ് ഒരു കുഞ്ഞുള്ള ആദർശിനെ തലയിൽ കയറ്റിക്കൊണ്ട് നടക്കുന്നത്? എനിക്കിനി ഇവിടെ നിന്നാലേ ശരിയാവില്ല. ഞാൻ പോവുക. അഭി, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അഭിനെ വിളിക്കുകയാണ്. ഏതായാലും ഈ സമയം ആദർശ് മാറിപ്പോയി നിൽക്കുകയാണ്. അപ്പം നയന പറഞ്ഞു, എന്തിനാ ആദർശേട്ടൻ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്? നമുക്കും അവകാശമുള്ള വീട് തന്നെയാ ഇത്. നമ്മളെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് 10 പറയാൻ ആദർശേട്ടൻ അറിയില്ലേ? ആദർശേട്ടൻ ഇതെന്താ ഒന്നും മിണ്ടാതെ എല്ലാം കേട്ട് ഇങ്ങനെ നിൽക്കുന്നത്? എന്ത് മിണ്ടാനാ, എന്ത് പറയാനാ? വേണ്ട, പറഞ്ഞു കഴിഞ്ഞാൽ കൂടി പോകും നയന. അതുകൊണ്ടാ ഞാൻ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാതെ ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോഴത്തേക്ക് നവ്യ വന്നിട്ട് നമ്മുടെ നയനയോട് പറയാ, നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നിൽക്കുമായിരിക്കും അല്ലേ? എങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കും? എടി, ആർക്കാടി ഇങ്ങനെ ഭക്ഷണം കഴിക്കാനൊക്കെ തോന്നുന്നത്? വേറെ ആരെക്കുറിച്ചും ഒരു വിചാരവും ഇല്ല. വയറ് നിറയെ നല്ല ഭക്ഷണം കണ്ടാ എടുത്ത് കഴിക്കുക. ബാക്കി ആരും കഴിച്ചോ കഴിച്ചില്ലയോ ഒന്നും നോക്കണ്ടല്ലോ. നവ്യേച്ചി പോകാൻ ഇറങ്ങിയതാണെ പോയിക്കോ. അല്ലാതെ കൂടുതൽ നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാലേ ഇനി എന്റെ വായിലിരിക്കുന്നത് കേൾക്കും. അതെ, ഞാനിവിടുന്ന് പോവാടി. അല്ലെങ്കിലും
ഇവനെ പോലെയുള്ളവരുടെ കൂടെ നിൽക്കുന്നതിന് നല്ലത് എനിക്ക് ഇവിടുന്ന് പോകുന്നത് തന്നെയാ. ആരാ ഇവന്റെയൊക്കെ കൂടെ നിൽക്കുന്നത്? ആരാ ഇവന്റെയൊക്കെ കൂടെ ഉണ്ണുന്നത്? ആരാ ഇവന്റെയൊക്കെ കൂടെ ഉറങ്ങുന്നത്? ബാ അബി, നമുക്ക് പോകാം. അപ്പോഴത്തേക്കും ജലജാണെങ്കിൽ, അയ്യോ പെട്ടെന്ന് പോയി കളഞ്ഞല്ലോ മക്കളെ, ഇച്ചിരി നേരം കൂടെ എനിക്ക് അനന്തപത്മനാഭനെ കൊഞ്ചിക്കണമായിരുന്നു. അതെ മോളെ നവ്യ, നീ ഒരു ദിവസം ഇവിടെ നിന്നിട്ട് പോ. അപ്പൊ അബി പറഞ്ഞു, അയ്യോ ഒരു ദിവസം പോലും എനിക്ക് എന്റെ അനന്തപത്മനാഭനെ കാണാതിരിക്കാൻ പറ്റില്ല. അതെ വേണ്ട വേണ്ട നവ്യ, നിക്കട്ടാട്ടോ, എന്റെ മോനെ കാണാതെ എനിക്ക് ഉറക്കം വരില്ല. ഇവനില്ലെങ്കിൽ ഇപ്പൊ എനിക്ക് തീരെ ഉറക്കം വരില്ല. ഇത് കേട്ടത് നമ്മുടെ നയനക്ക് ഇങ്ങനെ ചൊറിഞ്ഞു കയറുകയാണ് കേട്ടോ. നയനക്കാട്ടോ, നയനക്ക് ഇങ്ങനെ ചൊറിഞ്ഞു കയറുകയാണ്. നയനക്കൊന്നും പറയാനും പറ്റത്തില്ലാത്തൊരവസ്ഥ. ഈ ഒരു സമയം ആയിക്കോട്ടെ, നമ്മുടെ നവ്യ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടോ. മുറ്റത്ത് ഇറങ്ങിയപ്പോഴത്തേക്കും, അതെ ഒരു കാര്യം ചെയ്യണം, അമ്മയുടെ മോളെ ഒന്ന് ബ്രെയിൻ വാഷ് ചെയ്തിട്ടേ അങ്ങോട്ടേക്ക് വിടാവുള്ളൂ. അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. അവളുടെ നല്ലതിന് വേണ്ടി നമ്മൾ സംസാരിക്കുന്നതെന്ന് അവളോടൊന്ന് പറ. അങ്ങനെയെങ്കിലും അവൾ അറിയട്ടെ. ഓ ഇതിപ്പോ എത്ര പറഞ്ഞു കൊടുത്താലും അവൾക്ക് മനസ്സിലാവില്ല. ആദർശ് കോട്ടൻ എന്തിനാ വേറൊരുത്തിയുടെ കുഞ്ഞിനെയും ചുമന്നുകൊണ്ട് അവള് അനന്തപുരി തറവാട്ടിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നത്? അതിന്റെ കാര്യമില്ലല്ലോ. ഇത് മനുഷ്യന് നാണക്കേട് ഉണ്ടാക്കി വെക്കാനായിട്ട്. ദേ നന്ദു, നീ അവളുടെ കൂടെ സപ്പോർട്ടിന് നിൽക്കല്ലേ? നീ നിന്റെ ചേച്ചീനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാലേ. അവിടെ അനന്തപുരി തറവാട്ടില് ആ പെങ്കൊച്ചുണ്ടല്ലോ ചന്തുമോള്, ഇനി അവരാരും അവളെ കൊണ്ടാക്കാനൊന്നും പോകുന്നില്ല. അവളുള്ളിടത്തോളം കാലം ഇനി അവിടെ കാണും. പിന്നെ അനഘ എന്ന് പറയുന്ന വെട്ടിയിട്ട വാഴ പോലെ കിടക്കുന്ന ഒരെണ്ണം ഉണ്ടല്ലോ, അവളങ്ങാണം കയറി വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന നയനയുടെ സ്ഥാനം വെളിയിലാണ്, ചവറ്റുകുട്ടയിലാണ്. അത് അവൾ ഓർക്കണം. അതുപോലും ചിന്തിക്കാതെയാ അവള് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അവളൊന്ന് ബ്രെയിൻ വാഷ് ചെയ്ത് അമ്മ വിട്ടേരെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അബിയും കൂടി അങ്ങ് പോവുകയാണ് കേട്ടോ. ആദർശും നയനയും അകത്താണുള്ളത്. അവർ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ തന്നെയാണ്. അങ്ങനെ ഇവരെല്ലാം അകത്തേക്ക് കയറി വന്നപ്പോഴത്തേക്കും നമ്മുടെ ആദർശല്ല സോറി, കനക പറഞ്ഞു, ഓഹ് എന്ത് ചെയ്യാനാ മോൻ പെട്ടെന്ന് അങ്ങ് പോയി കഴിഞ്ഞു. പിന്നെ എങ്ങനെ പോകാതിരിക്കും? ഇവിടെ സ്വസ്ഥതയും സമാധാനവും ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നയന, നിങ്ങൾ എന്തൊക്കെയാ വിളിച്ച് പറയുന്നത്? എന്ത് സ്വസ്ഥതയും സമാധാനവും? ആര് സ്വസ്ഥതയും സമാധാനവും കളഞ്ഞെന്നാ? സ്വസ്ഥതയും സമാധാനവും കളഞ്ഞത് ആരാണെന്ന് ഞാൻ പറയണോ? വേറെ ആരുമല്ല സ്വസ്ഥതയും സമാധാനവും കളഞ്ഞത്, നിന്റെ ഭർത്താവ് തന്നെയാ. എനിക്കുണ്ടല്ലോ അഭിമോനെ ഞാന് എടുത്ത് തലയിൽ വെക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അതിന് എന്താടി കുഴപ്പമിരിക്കുന്നത്? ആദർശേ ഒരു കാര്യം ഞാൻ പറയാം, അഭിമോനെ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ആദർശിനെ ഇപ്പൊ തള്ളിക്കളയുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ആ കാരണമാ നിങ്ങളുടെ അനന്തപുരി തറവാട്ടിലുള്ള ആ കുഞ്ഞ്. അതുകൊണ്ട് ഉള്ള കാലം മുഴുവൻ ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. ഞങ്ങൾക്കെല്ലാം സഹിച്ചും ക്ഷമിച്ചും നിൽക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ വീട് ഞങ്ങൾക്ക് വേണ്ട. ഇനി മുതൽ ഈ വീട്ടിലല്ല ഞങ്ങൾ ഇനി മുതൽ താമസിക്കാൻ പോകുന്നത്. അങ്ങനെ ആരുടെയും ഔദാര്യത്തിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല. നല്ല മനസ്സുള്ളവരായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പം കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്ന് ഗോവിന്ദനും പറയാണ്. മുഖത്തടിച്ചതുപോലെ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദു പറഞ്ഞു, അച്ഛാമ്മ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? ഇതെന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇത് പറയാതെ പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. സഹിച്ചു മടുത്തു. മോളെ, നിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്. നിന്റെ ജീവിതം തകരുന്നത് കാണുമ്പോഴേ എനിക്ക് ഉള്ള ബുദ്ധിമുട്ട് എന്തുമാത്രമാണെന്ന് അതിപ്പം നിനക്ക് പറഞ്ഞ് മനസ്സിലാവില്ല. ഞങ്ങളുടെ സ്ഥാനത്ത് നീ എത്തിക്കഴിയുമ്പോൾ നിനക്കൊരു സ്വന്തമായിട്ടൊരു കുഞ്ഞുണ്ടാവുമ്പോഴേ നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവുകയുള്ളൂ. അല്ലാതെ എന്റെ ബുദ്ധിമുട്ടും സങ്കടങ്ങളും ആർക്കും മനസ്സിലാവില്ല. ഞാനിവിടെ ഓരോ ദിവസവും ഉരുകി ജീവിക്കുകയാണ്, നീ ഈ വൃത്തികെട്ടവരുടെ കൂടെ ജീവിക്കുന്നത് കൊണ്ട്. ഇത് കേട്ടത് നിർത്താൻ പറഞ്ഞു നായന. നിർത്തിക്കോ, എനിക്കൊരക്ഷരം മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞു. എന്റെ ആദർശേട്ടനെ കുറിച്ച് പറയാനുള്ള ഒരു അവകാശവും നിങ്ങൾക്കില്ല. നിർത്തിക്കോ, വാ പൂട്ടിക്കോളാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും കനക, മോളെ നയനെ, നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? ഞാൻ വിളിച്ചു പറയേണ്ടത് എന്തൊക്കെയാണെന്നേ കേട്ടോ, വ്യക്തമായിട്ട് കേട്ടോ. കേട്ടിട്ട് ഇനി ഒരാൾ ശബ്ദിക്കാവുള്ളൂ. അതെന്റെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ആരാണെങ്കിലും. എന്റെ ആദർശേട്ടനെ ഇനി ഒരക്ഷരം പറഞ്ഞാലുണ്ടല്ലോ, വൃത്തികെട്ടവൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയണമല്ലേ? ഈ വൃത്തികെട്ടവൻ ആരാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാലേ ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സങ്കടത്തിന്റെ ഇരട്ടിയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. വൃത്തികേട് കാണിച്ച് മുഖം മൂടിയിട്ട് നടന്ന് അവനെ മനസ്സിലാക്കാനുള്ള കഴിവ് പോലും ഇല്ലാതെ എന്റെ ആദർശേട്ടന്റെ മുമ്പിൽ വന്നു കിടന്ന് ഇതൊക്കെ സംസാരിക്കാനുള്ള ഒരർഹതയും നിങ്ങൾക്കില്ല. നിങ്ങൾ പറയുന്നുണ്ടല്ലോ ചന്തുമോളുടെ അച്ഛൻ ഈ പറയുന്ന ചന്തുമോളുടെ അച്ഛൻ ആരാണെന്ന് നിങ്ങൾക്കറിയണോ? അത് വേറെ ആരുമല്ല, നിങ്ങളുടെ മൂത്ത മകളുടെ ഭർത്താവാണ്. നിങ്ങളുടെ ഭർത്താവാണ് ചന്തുമോളുടെ അച്ഛൻ. അത് മനസ്സിലാക്കാതെ
ഇത് കേട്ടതും ഒന്ന് സ്തംഭിച്ചു പോവാണ് കേട്ടോ. എന്താ മോളെ പറഞ്ഞത് എന്ന് പറഞ്ഞ് സ്തംഭിച്ച് നിൽക്കുകയാണ്. ആദർശന്റെ മുമ്പിൽ ഇനി തൊഴുകൈയോടുകൂടി മാപ്പിരക്കാൻ നമ്മുടെ ഗോവിന്ദൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പൊ കാത്തിരുന്ന് തന്നെ കാണാം. ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി അല്ലല്ലോ, സോറി, നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അലീനയുടെ കഥയാണ്. നമ്മൾ റിയൽ സ്റ്റോറിയിലാണ് അത് ഇടുന്നത്. അപ്പൊ അതൊക്കെ ആയിട്ട് ഞാൻ ഇപ്പോൾ ഉടനെ തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടെ ഒരു ഹൈപ്പ് ചെയ്യുക. പിന്നെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വെച്ചോളൂ. അപ്പൊ ഞാൻ പോവാ. ടാറ്റാ, ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം.